അഞ്ജു, അതുപോലെ തന്നെ ഈ കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രാജേഷ് തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് അതിന്റെ ക്രമീകരണങ്ങളൊക്കെ? അക്ഷയ്, രാജേഷിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മൃതദേഹം ഇവിടേക്ക് ഒരു 12 മണിയോടുകൂടി എത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ വെച്ചിട്ടായിരിക്കും സംസ്കാര ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് രാജേഷിൻ്റെ വീടുള്ളത്. കല്ലിയൂർ പുന്നമ്മൂട് ഭാഗത്താണ്. ഇവിടെ ആദ്യം ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. അവിടെ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമായിരിക്കും വീട്ടിലേക്ക് മൃതദേഹം മാറ്റുക. 12 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് കുടുംബം നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. വലിയ ദുഃഖകരമായ ഒരു സംഭവം തന്നെയായിരുന്നു ഈ രാജേഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തത്. കാരണം ദുരിതത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ പോകുന്നു, സ്വന്തം ലൈഫ് ജാക്കറ്റ് എറിഞ്ഞു നൽകിക്കൊണ്ടാണ് ഈ രാജേഷ് ഈ അപകടത്തിൽപ്പെട്ട് ഒരാളെ ദുരിതബാധിതനെ രക്ഷിക്കുന്നത്. തുടർന്ന് തിരിച്ച് കരയിലേക്ക് നീന്തി വരുന്ന സമയത്താണ് ചെറുപുഴയിലെ വലിയ ഒഴുക്കിൽ ഈ രാജേഷ് ഒഴുക്കിൽപ്പെട്ടു പോകുന്നത്. അത്തരത്തിൽ വലിയ ദുഃഖകരമായ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തതായിരുന്നു. ഈ രാജേഷിൻ്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. ഒരു ഘട്ടത്തിലൊക്കെ കുടുംബം പ്രതീക്ഷിച്ചത് രാജേഷ് സുരക്ഷിതമായി തന്നെ തിരികെ എത്തുമെന്നുള്ളൊരു കാര്യം കുടുംബം വിശ്വസിച്ചിരുന്നു. കാരണം ഈ അഡ്വഞ്ചർ ഡിസാസ്റ്റർ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു അംഗമാണ് രാജേഷ് എന്ന് പറഞ്ഞത്. അദ്ദേഹം ഇത്തരത്തിലുള്ള എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ മുൻകൈ എടുത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഈ പെട്ടിമുടി ദുരന്തം, അതുപോലെ തന്നെ ചൂരൽമല ദുരന്ത സമയത്തൊക്കെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഈ രക്ഷാപ്രവർത്തനത്തിലൊക്കെ വലിയ പങ്ക് വഹിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മടങ്ങി വരുമെന്നൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ഈ നാടുണ്ടായിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായാണ് ഈ മരണം സംഭവിക്കുന്നത്. ഈ ഒഴുക്കിൽപ്പെട്ടാണ് രാജേഷ് മരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബെന്നി എന്ന് പറയുന്ന ഒരാൾ ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ അയാളെ രക്ഷിക്കാൻ പോകുന്നതിനിടയിലാണ് ഒഴുക്കിൽപ്പെട്ട് രാജേഷ് മരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകിയാണ് ഈ ബെന്നിയെ രാജേഷ് രക്ഷിക്കുന്നത്. പക്ഷേ അതിനിടയിൽ സ്വന്തം ജീവൻ രാജേഷിന് നഷ്ടമാകുന്നു. വലിയ ദുഃഖകരമായ സംഭവം തന്നെയാണ് നമുക്ക് ഈ വീട്ടിൽ നിന്ന് നിലവിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഒരു ഭാര്യയും 2 മക്കളുമാണ് രാജേഷിനുള്ളത്. വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആ കുടുംബം രാജേഷ് മടങ്ങി വരുമെന്ന കാര്യത്തിൽ. പക്ഷേ അപ്രതീക്ഷിതമായ വിയോഗത്തിൽ വലിയ ദുഃഖത്തിലാണ് രാജേഷിൻ്റെ കുടുംബവും അതുപോലെ തന്നെ നാട്ടുകാരും സുഹൃത്തുക്കളും. ഈ സാഹസിക പ്രവർത്തനങ്ങളിലൊക്കെ വലിയ ആരമുള്ള ഒരാളാണ് രാജേഷ് എന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ രാജേഷ് പറയുമായിരുന്നു, നമ്മൾ സേഫായിട്ടൊരു സ്ഥലത്തേക്ക് മാത്രമേ നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് പോകാവുള്ളൂ എന്ന് കൂടെയുള്ളവരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൊരു ആളുകൂടിയായിരുന്നു രാജേഷ്. പക്ഷേ സ്വന്തം ജീവൻ ഉപേക്ഷിച്ചാണ് രാജേഷ് മറ്റൊരാൾക്ക് ജീവൻ നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഇദ്ദേഹം ഈ ത്രോബോൾ ഇനത്തിലൊക്കെ ദേശീയ ടീമിൽ അംഗമായിരുന്ന ഒരാളാണ്. അത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയൊരു ദുഃഖം തന്നെയാണ് രാജേഷിൻ്റെ മരണത്തിലൂടെ ഉണ്ടാകുന്നത്. അക്ഷയ്. ശരി, അഞ്ജു സ്പാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. ഒപ്പം കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ സംസ്കാരവും ഇന്ന് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അഞ്ജു നൽകിയത്.